തുടരുക. ഇപ്പോൾ നാട്ടുകാരനായ അശ്വിൻ എന്നൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അശ്വിൻ അക്ഷയല്ല, അക്ഷയാണ്. അക്ഷയ് പറയും. ഓക്കെ. ഇവിടെ പടക്ക നിർമ്മാണമായിരുന്നു. അപ്പോൾ അവിടുന്ന് വെടിമരുന്ന് കൂട്ടിവെച്ചതിന് പൊട്ടിത്തെറിച്ചതാണെന്നാണ് ഫയർഫോഴ്സ് പറഞ്ഞത്. അക്ഷയ്, ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഒരു 9:45 10 മണിയായിട്ടുണ്ട്. എവിടെയുള്ള ആളുകളാണ്? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? പടക്ക നിർമ്മാണം നേരത്തെ ഉണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ പടക്ക നിർമ്മാണത്തിന് അങ്ങനെ വീട് വാടകയ്ക്ക് കൊടുത്തതാണ്. വാടകയ്ക്ക് കൊടുത്ത വീട്ടിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ പടക്കം നിർമ്മിക്കുന്ന തൊഴിലാളികളാണോ ഇവർ, ഈ ഫാമിലി എന്ന് പറയുന്നത്? ഇല്ല, അതിന് അങ്ങനെ വ്യക്തത വന്നിട്ടില്ല. വാടകയ്ക്ക് താമസിച്ച ആൾക്കാരായിക്കൊണ്ടേ. വീട്ടിനകത്ത് വലിയ അളവിൽ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നല്ലോ. കാര്യം ഇത് നോക്കൂ, വീടിന്റെ ആകമൊക്കെ മുഴുവനായി പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. അടുക്കള ഭാഗം മൊത്തമായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. സമീപത്തെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നേരത്തെ MLA അത് പറഞ്ഞു. അതെ അതെ, ഗ്ലാസുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പൊ പോലീസൊക്കെ ഉണ്ടോ അവിടെ? പോലീസ് എത്തിയിട്ടില്ല, ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു അക്ഷയ്? അതെ, പെട്ടെന്ന് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ 2 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് ഫയർഫോഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഒരു കുഞ്ഞിന്റെ കാര്യം കൂടി MLA പറയുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? എല്ലാവരെയും ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. അവരെ കുറച്ച് പേരെ ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര പേരുണ്ടായിരുന്നു കണക്കില്ല, കുഞ്ഞടക്കമാണോ? കൃത്യമായിട്ട് കണക്ക് കിട്ടിയിട്ടില്ല എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത്. എത്തുമ്പോഴത്തേക്ക് അവരെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് എവിടത്തുകാരാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതക്കുറവ് ഇപ്പോൾ ഉണ്ട്. ഈ വീട് വാടകയ്ക്ക് കൊടുത്ത ആൾ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണോ? വീടിനടുത്തുള്ള ആൾ തന്നെയാണ്. ഇവിടെ പടക്ക നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, അതോ ഈ സ്ഫോടനം നടന്നപ്പോഴാണോ അറിഞ്ഞത്? നടന്നപ്പോഴാണ് അറിഞ്ഞത്. അതുവരെ ആർക്കും അറിയില്ല? ഇല്ല. അപ്പൊ ലൈസൻസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഏകദേശം അങ്ങനെയാണല്ലേ? ആയിരിക്കാം. ഇപ്പോ ഉള്ളിലുള്ള ഓലപ്പടക്കങ്ങൾ അങ്ങനെയെല്ലാം ഇപ്പൊ പുറത്ത് എത്തിച്ചിട്ടുണ്ട്. എല്ലാം ഒരു ഫയർഫോഴ്സുകാർ മുറ്റത്ത് എത്തിച്ചിട്ടുണ്ട്.